അകതാരിലുണവിന്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ. വരദാനവാരിനെ വരമേകുവാനാ അനുസ്യൂതമൊഴുകി വരൂ. അകതാരിലുണവിന്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ. വരദാനവാരിനെ വരമേകുവാനാ അനുസ്യൂതമൊഴുകി വരൂ. എന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ. എന്നാലും നാഥാ നിൻ ജീവനേ നിത്യസഹായകനേ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. എന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ. എന്നാലും നാഥാ നിൻ ജീവനേ നിത്യസഹായകനേ. എന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ. എന്നാലും നാഥാ നിൻ ജീവനേ നിത്യസഹായകനേ. ധ്യാന ശുശ്രൂഷയിൽ നമുക്ക് അനുഗ്രഹീതമായ ദൈവവചനം പറഞ്ഞു തരുന്നത്
തുമ്പവൺ ഭദ്രാസനത്തിലെ സീനിയർ വൈദികരിൽ ഒരാളായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് കളീക്കൽ അച്ഛനാണ്. തുമ്പവൺ ഭദ്രാസനത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ചന്ദനപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് കളീക്കൽ അച്ഛൻ തുമ്പവൺ ഭദ്രാസന വൈദിക സംഘം സെക്രട്ടറിയായും കൗൺസിൽ അംഗമായും മാനേജിംഗ് കമ്മിറ്റി മെമ്പറായും അതേപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷ പ്രഘോഷണ വേദികളിലും ഒക്കെ ശോഭിക്കുന്ന ഒരച്ഛനാണ്. പ്രിയപ്പെട്ട വർഗീസ് കളീക്കൽ അച്ഛനെ ഇന്നത്തെ ധ്യാനയോഗത്തിലേക്ക് അലൈൻ ഇടവകയ്ക്ക് വേണ്ടി വിനീതമായി സ്വാഗതം ചെയ്യുന്നു. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിനശുദ്ധിയെ നീക്കിടുവാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർപ്പിനുള്ളിൽ കത്തിയോരു തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായർപ്പണം ചെയ്യുന്നു ഞാൻ. ഒരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവന്റെ ആശാബന്ധവും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതവുമായി വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രതമായ ദിവസത്തിനായിട്ട് നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. കുരുകിൽ കുടണിയുന്നത് പോലെയും വിവൽ പക്ഷിയതിന്റെ കുഞ്ഞുങ്ങൾക്കൊരു വാസസ്ഥാനം ശബ്ദത്തിൽ തേടുന്നത് പോലെയും ഞങ്ങളുടെ ആത്മശരീര മനസ്സുകൾക്ക് വിശ്രമം തേടുവാൻ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാന്മാരുടെ കണ്ണിലേക്കും ദാസന്മാരുടെ കണ്ണ് യജമാന്മാരുടെ കണ്ണിലേക്കും നോക്കുന്നത് പോലെ കർത്താവെ, ഞങ്ങളുടെ കണ്ണുകൾ എപ്പോഴും നിന്നിലേക്കായി തീരുവാൻ്റെ കൊണ്ടന്തിയുമേ സഹായിക്കണമേ. ഉണങ്ങി വരേണ്ടതായ ഞങ്ങളുടെ ഹൃദയമാകുന്ന ഉക്ഷരഭൂമിയിൽ ആശ്വാസത്തിന്റെ തേന്മഴ പോലെ അവിടുത്തെ വചനങ്ങൾ പെയ്തിറങ്ങണമേ. അത് ഞങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും പ്രദാനം ചെയ്യണമേ. സ്നേഹവാനാകുന്ന കർത്താവെ, കേൾക്കുന്ന വചനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത് 1 30, 1 60, 1 100 മിനിറ്റായി ആത്മീയമായ ഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ തക്കണം തമ്പുരാനെ സംഗതിയാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമാവുന്ന സർവേശ്വര തൃപ്പാദ സന്നിധിയിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാവണമേ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. അലൈൻ സെന്റ് ഡൈനീഷ്യസ് ഓർത്തഡോക്സ് ഇടവകയുടെ ആദരണീയനായ വികാരി വന്യനായ തോമസ് ജോൺ അച്ഛൻ, ഇടവക ട്രസ്റ്റി ശ്രീ തോമസ് ഡാനിയൽ, സെക്രട്ടറി ഷാജി മാത്യു, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, കുരിശിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി കാതോർക്കുവാൻ കിട്ടുന്ന സമയം ശ്രേഷ്ഠമാണ്. കർത്താവിൻ്റെ മഹത്തരമായ ഓശാനയിലേക്കും രക്ഷണീയമായ പെസഹയിലേക്കും മഹത്തരമായ പുനരുദ്ധാനത്തിലേക്കും ഒക്കെ നാം ഒരുങ്ങുമ്പോൾ ആത്മശരീര മനസ്സുകളാകുന്ന തിരുമുൽ കാഴ്ചകളെ ശോഭയുള്ള വിളക്ക് പോലെ തമ്പുരാന്റെ സന്നിധി കത്തിപ്പാൻ്റെ കൊണ്ടും നമ്മൾക്ക് ഇടയാവട്ടെ. മരുഭൂമിയിൽ അജഗണം പോലെ തൻ്റെ ജനത്തെ നടത്തിയ തമ്പുരാൻ ജീവിതയാത്രയിൽ എന്നും നമുക്ക് പ്രകാശമായി കൊടയിരിക്കട്ടെ. ഈ പാരിടമാകുന്ന പൺമണിലിൽ എന്നും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒന്നിച്ചു ചിന്തിക്കുവാൻ തക്കൊണ്ടും കർത്താവിൽ ശരണപ്പെടുന്ന വിശുദ്ധ വേദഭാഗം വിലാപങ്ങൾ 5-ാം അധ്യായം 21-ാം വാക്യമാണ്. വിലാപങ്ങൾ 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ.
ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ഒരു കാലത്ത് യെരുശലേമിന്റെ തെരുവീഥികൾ സന്തോഷദായകമായിരുന്നു. ആനന്ദ നൃത്തം കളിയാടിയ ആ വീഥികൾ ഇന്ന് ഓർമ്മയിൽ മാത്രമായി അവശേഷിക്കുന്നു. ശലോമോൻ ഇസ്രായേലിന്റെ ശക്തനായ രാജാവായിരുന്നു, ജ്ഞാനിയായിരുന്നു. പക്ഷേ ദൈവത്തിന് വിരോധമായി ഒട്ടേറെ തെറ്റുകളും അദ്ദേഹം ചെയ്തു. സത്യദൈവമായി യഹോവയ്ക്ക് ഒരു ആലയം പണിത ശലോമോൻ കണ്ണിന് മനസ്സിനും ഇഷ്ടപ്പെട്ട എല്ലാ സ്ത്രീകളെയും എല്ലാ ദേശത്തു നിന്നും ഭാര്യമാരായും പട്ടിമാരായിട്ടും കൊണ്ടുവന്നു. അത് ജാതിയും മതമൊന്നും നോക്കിയിട്ടല്ല. ഇവർക്കൊക്കെ അവരുടെ ഇംഗിതമനുസരിച്ച് അസ്തേര ക്ഷേത്രങ്ങളും ബാലിന്റെ ക്ഷേത്രങ്ങളും ഒക്കെ നിർമ്മിച്ചുണ്ടാക്കി ശലോമോൻ. ഇത് സത്യദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. കാരണം പല ദൈവങ്ങൾ എന്ന പേരുള്ളവർ ലോകത്തുണ്ടെങ്കിലും സത്യദൈവമായ യഹോവ മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് പൂർണ്ണമായി കർത്താവ് പഠിപ്പിച്ച് പ്രമാണങ്ങൾ കൊടുത്ത് അത്തരത്തിൽ വാർത്തെടുത്ത ആ രാജാവ് പല ദൈവങ്ങളിൽ ഒരു ദൈവമായി മാത്രം യഹോവയ്ക്ക് സ്ഥാനം കൊടുത്തത് യഹോവയ്ക്ക് അനിഷ്ടമായി. അതുകൊണ്ട് തമ്പുരാൻ ശലോമോനോട് പറഞ്ഞു, നീ നിന്റെ ആയുഷ്കാലം തികയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകും. പക്ഷേ നിന്റെ സന്തതി പരമ്പരകൾ എന്നും കലഹത്തിലായിരിക്കും. അവർക്ക് സമാധാനം നഷ്ടപ്പെടും. ആ വാക്കനുസരിച്ച് ശലോമോന്റെ കാലത്തിന് ശേഷം ഇസ്രായേൽ രാജവംശം രണ്ടായി വെട്ടിമുറിക്കപ്പെടുകയാണ്. ഒരു ഭാഗത്ത് ഇസ്രായേൽ, മറുഭാഗത്ത് യഹൂദ. ഇസ്രായേലും യഹൂദയും 400 വർഷക്കാലം യുദ്ധങ്ങളുടെ കാലഘട്ടമാണ്. അന്യോന്യം യുദ്ധം ചെയ്ത് സാമ്പത്തികവും ശാരീരികവും മാനസികമായ ക്ലേശങ്ങൾ അനുഭവിച്ച് എല്ലാം നഷ്ടമായി. അതിൻ്റെ പരിസമാപ്തിയാണ് നെബൂഖദ്നേസർ ചക്രവർത്തി വന്ന് ഇസ്രായേലിലെ സുന്ദരപുരുഷന്മാരെയും സുന്ദരികളായ സ്ത്രീകളെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ജെറുസലേം ദേവാലയം, യഹൂദന്റെ ജീവിതത്തിൽ ഏറ്റവും വില കൽപ്പിച്ചുകൊണ്ടിരുന്ന യെരുശലേം ദേവാലയം ചെയ്തു. അതിലെ അമൂല്യമായ വസ്തുക്കളൊക്കെ അപഹരിച്ചുകൊണ്ടുപോയി. പിതാക്കന്മാരുടെ കല്ലറകളൊക്കെ പാഴും ശൂന്യമായി നശിപ്പിച്ചു. അങ്ങനെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം യെരുശലേം ദേവാലയം ആയിരിക്കുന്നു. ആരാധനകളും ബലികളും മുടങ്ങിയിരിക്കുന്നു. കുറെ വൃദ്ധന്മാരും കുറെ കുട്ടികളും കുറെ രോഗികളും യെരുശലേമിന്റെ തെരുവീഥികളിൽ കാണാൻ പറ്റും. ബാക്കി ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരും ഒക്കെ അടിമകളായി പോയിരിക്കുകയാണ്. അടിമകളായി പോയിരിക്കുന്നവരുടെ ഗതിയും അതിനേക്കാൾ ദയനീയമാണ്. കെബാർ നദിയുടെ തീരത്ത് സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടുവാനാവാതെ തങ്ങളുടെ കിന്നരങ്ങളെ അലരി വൃക്ഷ കൊമ്പുകളിൽ തൂക്കിയിട്ടുകൊണ്ട് ഇസ്രായേലിനെ ഓർത്ത് കരയുന്ന പ്രവാസികളുടെ സമൂഹം. അവർ തങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് ദൈവത്തോട് മാപ്പിരക്കുകയാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഇനിയും ഞങ്ങൾക്കൊരു നല്ല കാലം തരണമേ. അവരുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടാവില്ല. ഞങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ പ്രവാസികളായി ഞങ്ങളുടെ ജീവിതം ഇവിടെ ദുരിതപൂർണമായി അവശേഷിക്കും. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒന്നിനും മീതെ ഒന്നായിട്ട് വരുന്നു. ആലയങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരാധനാലയങ്ങളിൽ ആളില്ലാതായിരിക്കുന്നു. ബലികൾ മുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ ഇനി എന്ന് ഞങ്ങൾക്കൊന്ന് തിരിച്ചു കിട്ടും തമ്പുരാനെ എന്നോർത്ത് കരയുകയാണ് ആ പ്രവാസികൾ. പക്ഷെ കർത്താവ് അവരുടെ നിലവിളി കേട്ടു. കുറെ വർഷങ്ങൾക്ക് ശേഷം അവരിൽ ശേഷിപ്പുള്ളവരെ കർത്താവ് സ്വന്തം ദേശത്തിലേക്ക് മടക്കി വരുത്തി. നശിപ്പിക്കപ്പെട്ട ആലയം വീണ്ടും പണിയപ്പെട്ടു. ബലികൾ മുടങ്ങിയിരിക്കുന്നു എന്ന് ചിന്തിച്ചെടുത്ത് വീണ്ടും ബലികളുണ്ടായി. നഷ്ടപ്പെട്ടവരെയൊക്കെ അവർക്ക് വീണ്ടും കിട്ടി. നഷ്ടപ്പെട്ട സ്വത്തുക്കളും ഒക്കെ അവർക്ക് വീണ്ടും കിട്ടി. തമ്പുരാൻ അതെല്ലാം തിരിച്ച് അവർക്ക് കൊടുക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ് ഈ പ്രാർത്ഥന. കാരണം മാരകരോഗത്തിന്റെ പിടിയിലകപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് വേതനങ്ങൾ നഷ്ടപ്പെട്ട് കുടുംബ ബന്ധങ്ങൾ, അതായത് കുടുംബങ്ങളെ നിർബന്ധപൂർവ്വം നാട്ടിലേക്ക് അയക്കേണ്ടതായ സാഹചര്യമുള്ളവരുണ്ട്. ഇങ്ങനെ പല പ്രയാസങ്ങളുടെ നടുവിൽ വിദ്യാഭ്യാസം മുടക്കപ്പെട്ട് ജോലിക്കാര്യങ്ങളുടെ സാധ്യതകളെല്ലാം മുടക്കപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ഫാസ്യത നഷ്ടപ്പെട്ട് ഇങ്ങനെ എല്ലായിടത്തും ടെൻഷനായി കഴിയുമ്പോൾ നമുക്കും ഒരു ചിന്ത മനസ്സിൽ വരാറുണ്ട്. കർത്താവേ, ഇതൊക്കെ കഴിയുമോ? ഒരു നല്ല കാലം വരുമോ? പഴയ പോലെ ഒരു നല്ല കാലം വന്നിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും ഈ ദുരിതങ്ങൾ മാറും, ഈ കണ്ണുനീരുകൾ മാറും. ഒരു പുതിയ പ്രഭാതം വരും. തോരാത്ത മഴകളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല, മാറാത്ത രോഗങ്ങളില്ല. എല്ലാം
തമ്പുരാനെല്ലാം മാറ്റിത്തരും ദൈവത്തിന്റെ കൃപയിൽ. ഇനി ഇതിൽ നിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വിധി എഴുതിയ പലതിനെയും ദൈവം അതിനേക്കാൾ ശ്രേഷ്ഠമാക്കി ആക്കി തീർത്തിട്ടുണ്ട് തിരുവചനത്തിൽ. അങ്ങനെയുള്ള ചില ചിന്തകളാണ് ഇന്ന് നമുക്ക് ഒന്നിച്ച് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാം നഷ്ടമായിരിക്കുന്നു, ഇനിയും ഇത് എന്നേക്കുമായി മാറിപ്പോയിരിക്കുന്നു, ഇതിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുകയില്ല എന്ന് ചിന്തിച്ച അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക്, ചൈതന്യത്തിലേക്ക് യഥാസ്ഥാനപ്പെട്ട ചില ചിന്തകളാണ് ഇന്ന് നമുക്ക് ഒന്നിച്ച് പങ്കിടുവാനായിട്ടുള്ളത്. ഒന്നാമത്തെ ചിന്ത, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. കരയുന്ന പ്രവാചകനാകുന്ന യിരെമ്യാവിനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ നിനക്ക് പ്രവചന ദൂതുകളൊന്നും തരുന്നില്ല, നിനക്ക് ഞാൻ ഒരു ദൂത് തരുന്നുണ്ട്. നീ കുശവന്റെ വീട്ടിൽ ചെല്ലുക, അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ സന്ദേശം തരും. അങ്ങനെ പ്രവാചകൻ രാവിലെ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പ്രവാചകൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ കുശവൻ ഒരു ചക്രത്തിൽ ഒരു പാത്രം ഉണ്ടാക്കുകയാണ്. കുശവൻ ആ പാത്രത്തിന്റെ വലുപ്പത്തെപ്പറ്റിയും അതിന്റെ ആകൃതിയെപ്പറ്റിയും അതിന്റെ പൂർണ്ണതയെ സംബന്ധിച്ചൊക്കെ മനസ്സിൽ നല്ല ധാരണയുണ്ട്. അതനുസരിച്ചാണ് ഈ പാത്രം മെനഞ്ഞെടുത്തത്. സുന്ദരമായ ഒരു പാത്രം ഇങ്ങനെ മെനഞ്ഞെടുത്ത് കയ്യിലേക്കെടുക്കുകയും തന്റെ കയ്യിൽ വെച്ച് തന്നെ ആ പാത്രം ചീത്തയായിപ്പോയി. വളരെ പ്രതീക്ഷയോടുകൂടി ഏതെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, പക്ഷെ അത് പെട്ടെന്നത് ചീത്തയായിപ്പോയല്ലോ, എന്ത് സങ്കടമാണ്. കുഞ്ഞുങ്ങൾ വളരെ പാട്ടുപാട്ട് മനോഹരമായ ഒരു ചിത്രം വരയ്ക്കും. പെട്ടെന്ന് അറിയാതെ മഷിക്കുപ്പി കമിഴ്ന്ന് ആ ചിത്രം ഉപയോഗിക്കാൻ വയ്യാതെ വന്നാലോ ആ കുഞ്ഞിനുണ്ടാകുന്ന സങ്കടം ഭയങ്കരമാണ്. അമ്മാമ്മ പാല് കാച്ചാനായിട്ട് അടുപ്പേ വെച്ചതാണ്, പെട്ടെന്ന് ഇത്തിരി കരിയാപ്പില എടുക്കാൻ പോയി, പുട്ടത്തിലെ കുറെ പയറുമൊക്കെ പറിച്ചുകൊണ്ടങ്ങനെ നിന്ന് വന്നപ്പോഴേക്കും പാല് മുഴുവനും തിളച്ചു തൂവി പാത്രം കരിഞ്ഞിരിക്കുന്നു. അമ്മാമ്മയ്ക്ക് അന്ന് മുഴുവൻ സങ്കടമാണ്. ഈ അപ്പച്ചനൊരു ചായ കൊടുക്കാൻ പറ്റിയില്ല, അമ്മച്ചിക്ക് ഒരു വിത്തൗട്ട് ചായയാണ്, അതുപോലും കൊടുക്കാൻ പറ്റിയില്ല, കുഞ്ഞുങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറ്റില്ല. അന്ന് വൈകിട്ട് കിടക്കാൻ പോകുന്നവരെ ആ തൂകിപ്പോയ പാലിനെ പറ്റിയാണ് അമ്മാമ്മയുടെ ദുഃഖം. അതുപോലെ അമ്മാമ്മ മീൻ വറക്കാനിട്ടതാണ്, നോമ്പുകാലത്തല്ല കേട്ടോ, അല്ലാത്ത ഒരു സമയത്ത് അയല വറക്കാൻ അടുപ്പൽ വെച്ചിട്ട് പോയതാണ്. ഒരു ഫോൺ വന്നു, പെട്ടെന്ന് വിവരം പറഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നു വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മീൻ അടപ്പിലുണ്ടെന്ന് കാര്യം പറഞ്ഞു. തിരിച്ചു വന്നപ്പോഴുണ്ട് അയല മീൻ കരിമീനായിരിക്കും, കരിക്കത്തായിരിക്കും. വലിയ സങ്കടം ഉണ്ടാകും. ഇങ്ങനെ നമ്മൾ വളരെ പ്രതീക്ഷയോട് ഉണ്ടാക്കുന്ന പലതും നമ്മുടെ മുമ്പിൽ ഉപയോഗശൂന്യമായി മാറുമ്പോൾ അതിന് വല്ലാത്തൊരു സങ്കടമുണ്ട് നമുക്ക്. ഇവിടെ ആ സങ്കടം ഈ കുശവനും ഉണ്ടായി. പക്ഷേ ആ ദുഃഖം അധികാലം നിന്നില്ല. ആ കളിമണ്ണിനെ വീണ്ടും ഒന്ന് കുഴച്ച് കുശവൻ അതിനെ തനിക്ക് ബോധിച്ച വേറൊരു പാത്രമാക്കി തീർത്തു. അതെ, തീർച്ചയായും വീണുടഞ്ഞ മൺപാത്രങ്ങളായി അവശേഷിക്കുന്ന നമ്മളെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ തമ്പുരാൻ നമ്മുടെ കണ്ണിൽ വീഴുന്ന കണ്ണീർ കണങ്ങളെ ചേർത്ത് കുഴച്ച് നമ്മളെ വീണ്ടും ഒരു പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തും. ഈ കളിമണ്ണിനെ ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് കുഴിച്ച് കുശവൻ അതിനെ വേറൊരു പാത്രമാക്കി തീർത്തു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആ പാട്ട് സുന്ദരമാണ്, നമ്മൾ പാടാറുണ്ട്. പക്ഷേ ആ പാട്ടിനകത്ത് ഒരു അപകടമുണ്ട്. എന്താണ് അപകടം? ഒറ്റ നോട്ടത്തിൽ അറിയില്ല, പക്ഷേ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിനകത്ത് വലിയൊരു അപകടമുണ്ട്. തറഞ്ഞിരുന്ന ഒരു കളിമണ്ണിനെ പാത്രമാക്കാൻ തീരുമാനിച്ച നാൾ മുതൽ ആ മണ്ണിന്റെ കഷ്ടകാലം ആരംഭിച്ചു. അമ്മാമ്മ പറയാറില്ലേ, എത്രയോ നല്ല കല്യാണാലോചനകൾ വന്നതാണ്. ഈ ദുഷ്ടൻ എന്റെ കഴുത്തിൽ താലി വെച്ച നാള് മുതൽ എന്റെ കഷ്ടകാലം ആരംഭിച്ചു. അച്ചായനും പറയും, എത്ര പെൺപിള്ളേരെ കാണാൻ പോയതാണ്, പക്ഷേ ഈ മറുതായുടെ കഴുത്തിൽ താലി കെട്ടിയ കാലം മുതൽ എന്റെ കഷ്ടകാലം ആരംഭിച്ചു. ആണ്ട മേരിക്കുട്ടി
ഇപ്പോഴും അവളെന്നെ കൊണ്ടച്ചിരിക്കും, എത്ര സുന്ദരമായിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെ പറയാറുണ്ട്. കൊച്ചുങ്ങളും പറയും, ഞാൻ ഈ വീട്ടിൽ ജനിച്ച കാലം മുതൽ എൻ്റെ കഷ്ടകാലമാണ്. ഇങ്ങനെ കഷ്ടകാലത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പറയും. എന്ന് പറഞ്ഞതുപോലെ ഈ പാത്രത്തെ, ഈ മണ്ണിനെ പാത്രമാക്കാൻ തീരുമാനിച്ച നാൾ മുതൽ ഈ മണ്ണിന്റെ കഷ്ടകാലം ആരംഭിച്ചു. കുറെ കുന്തല്ലിയും പിക്കാക്സും കമ്പി എല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ മണ്ണിനെ ആഴ്ന്നു വെട്ടി മണ്ണിന് നല്ലവണ്ണം നോന്നു. മണ്ണ് വിചാരിച്ചു കഷ്ടകാലം കഴിഞ്ഞു എന്ന്. പക്ഷെ കഷ്ടകാലം കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. അതിനെ വീണ്ടും കൊണ്ടുപോയി, അതിനെ വീണ്ടും ഒന്ന് കുഴച്ച് പദം വരുത്തി കുറെ ചവിട്ടും ഒക്കെ ഏക്കേണ്ടതായിട്ട് വന്നു. ഈ മണ്ണ് ചിന്തിച്ചു കഷ്ടകാലം കഴിഞ്ഞു വന്നു. കഴിഞ്ഞോ? ഇല്ല. വീണ്ടും അതിനെ ഒരു ചക്രത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. കുറെ കറക്ക്, ചക്രത്തിൽ കിടന്ന് കുറെ കറങ്ങി, കുറെ കറക്കലുകൾ നിർമ്മിച്ചു. കഷ്ടകാലം മാറി എന്ന് മണ്ണ് വിചാരിച്ചു. കഴിഞ്ഞോ? ഇല്ല. അതിനെ ഒരു പാത്രമാക്കി കിട്ടി, അതിനെ പൊരിയുന്ന വെയിലിൽ കൊണ്ടുവന്ന് വെച്ചു. നല്ല ചൂടുള്ള വെയിലിൽ അതിനെ മാറ്റി മാറ്റി വെച്ചു. പൊരിവെയിലും അത് ചിന്തിച്ചു ഇതോടുകൂടി കഷ്ടത മാറുമെന്ന്. മാറിയില്ല. അതിനേക്കാൾ ടെമ്പറേച്ചറുള്ള ഒരു വലിയ ചൂളയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. ആ ചൂളയിലിരുന്ന് നല്ലവണ്ണം അത് പൊരിഞ്ഞു. അങ്ങനെ കൊള്ളാവുന്ന ഒരു പാത്രമായി പുറത്തു വന്നു. ഇനിയും കഷ്ടപ്പാട് മാറിയല്ലോ എന്ന് ആ മണ്ണ് ചിന്തിച്ചു. മാറിയില്ല. ഇതിനെ ഒരു ചന്തയിൽ കൊണ്ടുവന്ന് വെച്ചു. ചന്തയിൽ കൊണ്ടുവന്നപ്പോ അമ്മച്ചി പാത്രം എടുക്കാൻ വന്നതാണ്. ഓരോ ചട്ടിയെടുത്ത് ഇങ്ങനെ അമ്മച്ചി കൊട്ടുന്നുണ്ട്. ഒരു ശബ്ദം ഉണ്ടല്ലോ, കിളിങ്ങുന്ന ഒരു ശബ്ദം. അതിനുവേണ്ടി ചട്ടികൾ മാറി മാറി എടുത്ത് കൊട്ടുകയാണ്. ഒരു ചട്ടി അമ്മച്ചി എടുക്കുന്നില്ല. ഒരു ചട്ടിക്കാരന് ദേഷ്യം വന്നിട്ട് അമ്മച്ചിയുടെ തലയിൽ ഒരു കൊട്ട് കൊടുത്തിട്ട് പറഞ്ഞ് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകത്തല്ലേ, കുറെ നേരം ആയല്ലോ, വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് പാത്രം കൊടുക്കണം. വീണ്ടും കൊട്ടു തുടങ്ങിയാണ്. അപ്പോൾ വെട്ടി നുറുക്കല്, ചവിട്ടിക്കുഴക്കല്, കറുക്കല്, പൊള്ളുന്ന വെയിലിലേക്കുള്ള അവസ്ഥ, ചൂളയിൽ കൊണ്ടുവന്ന് വെക്കുക, പിന്നെയുള്ള തട്ടും മുട്ടും ഒക്കെ, ഇതൊക്കെ ഈ മണ്ണിന് സഹിക്കേണ്ടതായിട്ട് വന്നു. അതേസമയത്ത് കളിമണ്ണായിട്ടിരിക്കുന്ന ആ മണ്ണിന് ഒരു കുഴപ്പമില്ല, അത് അതേപോലെ ഇരിക്കുന്നു. നമ്മൾ ചിലരെ പറ്റി പറയാറില്ലേ, ആണ്ട് പള്ളിയില്ല, പട്ടക്കാരനും ഇല്ല, ദൈവവും ഇല്ല, ദേവനും ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാനുണ്ട്, ദൈവത്തെ വിളിക്കുന്നുണ്ട്, കഴിവതും നന്മ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ദശാംശമൊക്കെ കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ സങ്കടം മാറുന്നില്ലല്ലോ, എൻ്റെ കണ്ണുനീരുകൾ തോരുന്നില്ലല്ലോ എന്ന് നമ്മൾ പരിതപിക്കാറുണ്ട്. ആണ്ട് മറ്റേ വ്യക്തിയെ കമ്പയർ ചെയ്ത് നമ്മൾ പറയും, ആണ്ട് പള്ളിയില്ല, പട്ടക്കാരനില്ല, ദൈവവും ഇല്ല, ദേവനും ഇല്ല, ഒരു കുഴപ്പമില്ല അവന്. അവളാണ്ട് സമാജവും ഇല്ല, കുർബാനയും ഇല്ല, യാതൊന്നും ഇല്ല, അവളെ അങ്ങനെ ഇങ്ങനെ ജീവിച്ചു പോകണം, അവൾക്കും ഒരു കുഴപ്പമില്ല. ആ വ്യക്തി കളിമണ്ണായി മാത്രമേ ഇരിക്കുന്നു. നിന്നെ കൊള്ളാവുന്ന ഒരു പാത്രമാക്കാൻ തക്കവണ്ണം തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ പാത്രമാക്കാൻ തീരുമാനിക്കുമ്പോൾ കുശവൻ അതിന് ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കൊടുക്കാറുണ്ട്. അതിൽ കൂടിയാണ് പാത്രം കൊള്ളാവുന്നതായിട്ട് മാറുന്നത്. ദമസ്കോസിന്റെ പടിവാതിക്കൽ ശൗലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കിടന്നു. അനന്യാസ് എന്ന മഹാപുരോഹിതനോട് തമ്പുരാൻ പറഞ്ഞു, നീ ചെല്ലുക, ദമസ്കോസിന്റെ പടിവാതിക്കൽ ശൗലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കിടപ്പുണ്ട്, അവന്റെ കണ്ണിന് കാഴ്ചയില്ല, നീ ചെല്ലുക, അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അവന് കാഴ്ച കൊടുക്കുക. അനന്യാസ് ദൈവത്തോട് ചോദിച്ചു കാണും, തമ്പുരാനെ, അങ്ങേക്കറിയില്ലേ, അവന്റെ ബയോഡേറ്റ അങ്ങേക്കറിയില്ലേ, അവൻ ആരാ മോൻ? ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാനുള്ള അധികാരപത്രവുമായിട്ട് പോയിരിക്കുകയാണ് അവൻ. നിന്നെ എത്രമാത്രം അവൻ ദ്രോഹിച്ചിരിക്കുന്നു, തിരുസഭയെ എത്രമാത്രം അവൻ വേദനിപ്പിച്ചിരിക്കുന്നു, അവിടുത്തെ സഭയുടെ എത്രയോ മക്കളെ അവൻ ഉപദ്രവിച്ചിരിക്കുന്നു. ഇനിയും അവന് കാഴ്ച കൊടുത്ത് അവനെ വീണ്ടും ഒരു അപകടകാരി ആക്കണം. കാരണം കണ്ണുള്ളവൻ ചെയ്യുന്നത്രയും ദ്രോഹം കണ്ണില്ലാത്തവൻ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് അവന് കാഴ്ച കൊടുക്കണോ എന്ന് അനന്യാസ് ദൈവത്തോട് ചോദിച്ചു കാണും. അതിന് മറുപടിയായിട്ടാണ് തമ്പുരാൻ പറഞ്ഞത്, നീ ചെല്ലുക, അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അവന് കാഴ്ച കൊടുക്കുക, എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഘോഷിക്കൊണ്ടക്കൊണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാകുന്നു അവൻ. ഹീ ഈസ് ദ ചോസൺ വെസൽ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രം ആകുക. തീർച്ചയായിട്ടും നമ്മളൊക്കെ പാത്രങ്ങളാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാനൊരു വീട്ടിൽ ചെന്നു,
അവിടെ ഒരു വാർപ്പിരിപ്പുണ്ട്. പഴയ കാലത്ത് വീട്ടിലെ അത്താഴ സദ്യയും കല്യാണ സദ്യയും ഒക്കെ നടക്കുന്ന ഒരു കാലയളവിൽ ഈ വാർപ്പ് കൊണ്ടുപോയിട്ട് എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒരു പാത്രമാണ്. അത് കണ്ടുകൊണ്ട് ഞാൻ ആ വീട്ടിലെ അമ്മച്ചിയോട് പറഞ്ഞു, കൊള്ളാലോ അമ്മച്ചി, നല്ല പാത്രമാണല്ലോ, എരിശ്ശേരിയൊക്കെ വെക്കാൻ കൊള്ളാവുന്ന പാത്രമാണല്ലോ. അപ്പോൾ അമ്മച്ചിനോട് പറഞ്ഞ ആന്നച്ച, ഇത് ഇങ്ങനെ പല വീട്ടിൽ എരിശ്ശേരിയൊക്കെ വെക്കാൻ കൊണ്ടുപോയതാണ്. പക്ഷെ ഇപ്പോൾ അതിനകത്തൊരു വിള്ളൽ വീണിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ അതൊന്നിനും കൊള്ളില്ല. അതുകൊണ്ട് അതിപ്പം ഉണക്കക്കപ്പയിട്ട് വെച്ചിരിക്കുക. ഉണക്കക്കപ്പയിട്ട് വെക്കാനല്ല ആ പാത്രം ഉണ്ടാക്കിയത്, അല്ലെ ഉമിക്കിരിയിട്ട് വെക്കാനോ പിഴിപുള്ളിയിട്ട് വെക്കാനോ അല്ല ആ പാത്രം ഉണ്ടാക്കിയത്. അതിനെപ്പറ്റി വലിയൊരു ഉദ്ദേശത്തിലാണ് ആ പാത്രം ഉണ്ടാക്കിയത്. പക്ഷേ എന്താണെന്നറിയില്ല, ആ പാത്രം നിസ്സാര കാര്യത്തിന് വേണ്ടി മാറ്റപ്പെട്ടു. എന്താ? അതിനൊരു വിള്ളൽ വീണിട്ട് ആ പാത്രത്തെ വീണ്ടും മാന്നാറില വല്ലതും കൊണ്ടുപോയി ഒന്ന് തല്ലി ഉടച്ച് ഉരുക്കിയെടുത്ത് വേറൊരു പാത്രമാക്കുമ്പോൾ അതിനെ ഉപയോഗിക്കാൻ കൊള്ളാം എന്ന് പറഞ്ഞതുപോലെ തമ്പുരാന്റെ സന്നിധിയിൽ ഒരിറ്റ് കണ്ണീരോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മെ കൊള്ളാവുന്ന ഒരു പാത്രമാക്കി തമ്പുരാൻ ആക്കി തീർക്കും. അവിടുത്തെ ആഗ്രഹത്തിനെതിരായിട്ടുള്ള നമ്മുടെ കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും നമ്മുടെ കണ്ണുനീരിനാൽ കഴുകി പുണ്യപ്രവൃത്തികളെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ, അവിടുത്തെ ആഗ്രഹത്തിനെതിരായി ഞാൻ ചെയ്ത കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും എൻ്റെ കണ്ണുനീരിനാൽ കഴുകി നിന്റെ പുണ്യപ്രവൃത്തികളെ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥന. അതെ, കുശവന്റെ കയ്യിൽ വീണുടഞ്ഞ പാത്രങ്ങളാകുന്ന നമ്മളെ തമ്പുരാന്റെ സന്നിധിയിലേക്കൊന്ന് കൊടുക്കുക. തമ്പുരാൻ നമ്മെ വീണ്ടും ഒന്ന് മെനയട്ടെ. തമ്പുരാൻ വീണ്ടും നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കട്ടെ. ഇനി ഇതിൽ നിന്ന് യാതൊന്നും ഉണ്ടാവില്ല എന്ന ചിന്തയിൽ നിന്ന് വീണ്ടും തമ്പുരാൻ ജീവനിലേക്ക്, ചൈതന്യത്തിലേക്ക് കൊണ്ടുവന്ന രണ്ടാമത്തെ വസ്തുവാണ് എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. ശലോമോൻ അതിമനോഹരമായ ഒരു ദൈവാലയം ദൈവത്തിന് വേണ്ടി പണിതു. സുന്ദരമായ കൊത്തുപണികളാലും ഒക്കെ അതിമനോഹരമായി പണിത ആലയമാണ്. ഇന്നും ജെറുസലേം കഴിഞ്ഞിട്ട് നമ്മൾ കേരളയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇല്ലാത്തെന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. ഒരു തുറമുഖ പട്ടണമാണ്, സമൃദ്ധമായ ഒരു പട്ടണമാണ്. അവിടെ നിന്ന് അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ സോളമൻസ് മൗണ്ട് കാണാം. ആ കുന്നിൻ മുകളിൽ നിന്നാണ് യെരുശലേം ദേവാലയത്തിന്റെ അതിവിശിഷ്ടമായ കല്ലുകളൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വന്നത്. അതുകൊണ്ടാണ് ആ കുന്നുകൾക്ക് ഇപ്പോഴും സോളമൻസ് മൗണ്ട് അല്ലെങ്കിൽ ശലോമോന്റെ പർവ്വതനിരകൾ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സുന്ദരമായി പണിത അതിമനോഹരമായ ദേവാലയം നെബൂഖദ്നേസർ ചക്രവർത്തി നശിപ്പിച്ചു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ആരാധന മുടങ്ങപ്പെട്ട കുറെ നാളുകൾ ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു. ഇനി ഒരു ആലയം ഉണ്ടാവില്ല, ഇനി ഇവിടെ ബലികൾ ഉണ്ടാവില്ല, ഇനി ഇവിടെ യാതൊന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ നാളുകൾ. അതിനുശേഷം പ്രവാസം കഴിഞ്ഞ് ഇസ്രായേലിലെ ഒരു ശേഷിപ്പ് വീണ്ടും സ്വന്തം നാട്ടിലേക്ക് തിരികെ വന്നപ്പോൾ എസ്രായുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു പുതിയ ദേവാലയം പണിയാൻ തക്കവണ്ണം ആരംഭിച്ചു. അങ്ങനെ പേർഷ്യൻ ചക്രവർത്തിയായ കോരേഷ് ഒരു ദേവാലയം പണിയാൻ തക്കവണ്ണം അനുമതി കൊടുത്തു. പ്രാദേശിക ഗവർണറായിരിക്കുന്ന സെറുബാബേലിന്റെ നേതൃത്വത്തിൽ അതിമനോഹരമായ ഒരു ദേവാലയം യെരുശലേമിൽ പണി കഴിക്കപ്പെട്ടു. അങ്ങനെ സുന്ദരമായി ആ പണി കഴിപ്പിച്ച ആ ദേവാലയം അതിന്റെ അടിസ്ഥാനം ഇട്ടപ്പോഴാണ് അവിടെ നിന്നിരുന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. എന്താ കണ്ണ് നിറയാൻ കാരണം? ദേവാലയത്തിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ എന്തുകൊണ്ടാണ് കണ്ണ് നിറയാൻ കാരണം? ദുഃഖം കൊണ്ടാണ്. ദുഃഖം കൊണ്ട് കണ്ണ് നിറയാറുണ്ട്, സന്തോഷം കൊണ്ടും കണ്ണ് നിറയാറുണ്ട്. ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്മിശ്ര വേളകളിലും കണ്ണ് നിറയാറുണ്ട്. കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയതാണ്. ബാല്യകാല സഖിയാകുന്ന കുചേലനെ കണ്ടപ്പോ ശ്രീകൃഷ്ണന്റെ കണ്ണ് നിറയുന്നുണ്ട്. കവി പറയുകയാണ്, അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടോ തസ്യതീനെ ചിന്തിച്ചിട്ടുള്ള
തസ്യദീനെ ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ബാല്യകാല സഖിയെ കണ്ടുകൊണ്ടുള്ള സന്തോഷം കൊണ്ടാണോ, അവന്റെ ദയനീയാവസ്ഥ കണ്ടിട്ടുള്ള സങ്കടം കൊണ്ടാണോ എന്താണെന്നറിയില്ല, ധീരനായ ചെന്താമരക്കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. അതിനുശേഷം ഒട്ടേറെ അനുഗ്രഹങ്ങൾ വാരിക്കൊടുക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ കുചേലൻ. ഒരുപിടി അവല് സ്വീകരിച്ചു. അപ്പോഴേക്കും അനുഗ്രഹങ്ങൾ കുചേലന് ധാരാളം കിട്ടി. വീണ്ടും രണ്ടാമതും ഒരുപിടി അവലൂടെ വാങ്ങിച്ചു. അപ്പോഴേക്കും സമൃദ്ധി അങ്ങ് നാട്ടിൽ നല്ലവണ്ണം കൂടി. മൂന്നാമതും ഇങ്ങനെ കൊടുത്തപ്പോ അടുത്തുനിന്ന് രാധ ശ്രീകൃഷ്ണന്റെ കയ്യിൽ കയറി പിടിച്ചു. മതി, 3 കളൊക്കെ തിന്നാൽ മതി, ഷുഗറൊക്കെയാണ്. കാരണം ഇതെന്താ, പിന്നെയും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുചേലൻ അങ്ങ് വലിയ കാർഷികനായിട്ട് മാറും. ഇന്നും ചില അച്ഛാമാര് കുടുംബത്തിന് വേണ്ടി അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ സഹായിക്കുമ്പോൾ കൈക്ക് പിടിക്കുന്ന ചില രാധമാരുണ്ട്. മതി, ഇത്ര കാലൊക്കെ കൊടുത്തില്ലേ, അതൊക്കെ മതി, ഇനി അവരൊക്കെ നോക്കട്ടെ, നിങ്ങളുടെ കാര്യമൊക്കെ നോക്കണ്ടേ, 2 പെൺപിള്ളേർ വളർന്നു വരുന്ന കാര്യമൊക്കെ നിങ്ങളങ്ങ് മറക്കും, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇങ്ങനെ കൈക്ക് പിടിക്കുന്ന രാധമാരുണ്ട്. ശ്രീകൃഷ്ണന്റെ കണ്ണു നിറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളെ കല്യാണത്തിന് ഒരുക്കി കൊണ്ടുപോകുമ്പോൾ മണവാളൻ മണവാട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ആ അമ്മയുടെ അല്ലെങ്കിൽ അപ്പന്റെ കണ്ണിൽ നിന്ന് ഒരിച്ചു കണ്ണീര് വീഴും. എന്താണ് ആ കണ്ണീരിന്റെ കാരണം? ദുഃഖം കൊണ്ടുള്ള കണ്ണീരാണ്, സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ്. രണ്ടുമല്ല, എന്നാൽ രണ്ടും ആണ് താൻ. കുഞ്ഞ് വീട്ടിൽ ഒന്നിച്ച് വളർത്തിയ കുഞ്ഞാണ്, അവളുടെ സാന്നിധ്യം വീട്ടിൽ ഒത്തിരി സന്തോഷമാണ്. അവളെ ഇടയ്ക്കൊക്കെ വഴക്ക് പറയും, എന്താ ഒരു തുണി അലക്കാൻ അറിയില്ല, ഒരു വാക്ക് വെക്കാൻ അറിയില്ല, ചുമ്മാ ചാടിക്കളിച്ചും കൊണ്ട് നടന്നോളും, ഒരു വീട്ടിൽ കെട്ടിച്ചു വിടുമ്പോൾ അറിയാം എന്താടി നടക്കുന്നതിന്റെ കാര്യം നോക്കിയാൽ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ വഴക്ക് പറയുമ്പോഴും അവള് ചിരിച്ച് കളിച്ചു വന്ന് നമ്മളോട് ഒട്ടി നിന്ന് വർത്തമാനം പറഞ്ഞൊരു ഉമ്മയൊക്കെ തരുമ്പോൾ അപ്പനും അമ്മയ്ക്കും കൊണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഇനി കുഞ്ഞങ്ങ് അകന്നകന്ന് പോവുകയാണല്ലോ, ഇനി അവളുടെ സാന്നിധ്യം നമുക്ക് ഒന്നിച്ച് കിട്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. എന്നാൽ എൻ്റെ കുഞ്ഞൊരു കുടുംബജീവിതത്തിലേക്ക് പോവുകയാണ്, അവൾക്കൊരു സന്തോഷം വരുവാൻ പോവുകയാണല്ലോ എന്നോർക്കുമ്പോൾ സന്തോഷമുണ്ട്. ഈ 2 സമ്മിശ്ര വികാരങ്ങളാണ് ആ അപ്പന്റെയും അമ്മയുടെയും കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ വീഴുവാൻ തക്കവണ്ണം ഇടയാകും. എന്ന് പറഞ്ഞതുപോലെ യെരൂശലേം ദേവാലയത്തിൽ ഇനി എന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചെടുത്താൻ ഒരു പുതിയ ആലയം ഞങ്ങൾക്ക് ഉണ്ടാകുന്നല്ലോ എന്നുള്ള സന്തോഷമാണ് അവരുടെ കണ്ണുകൾ നിറയുവാൻ തക്കവണ്ണം കാരണം. സെറുബ്ബാബേൽ അതിമനോഹരമായ ഒരു ദേവാലയം അധികകാലം കഴിയുന്നതിന് മുമ്പേ പണിതീർത്തു. ഒരുപാട് പ്രതികൂലങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് ആ ദേവാലയം പണിത്. കാരണം പ്രവാസം കഴിഞ്ഞ് കടന്നു വരുന്ന കാലഘട്ടമാണ്, മനുഷ്യരുടെ കയ്യിൽ പൈസ ഇല്ല, അവരൊരു വീടോ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ പോലും ചെയ്തു തുടങ്ങിയിട്ടില്ല. ഈ എല്ലാം ആദ്യം മുതൽ തുടങ്ങണം. അതിനിടയിൽ ഒരു ദേവാലയം കൂടി പണിയാൻ തക്കമുള്ള സാമ്പത്തികം ഇല്ല, ഇത്ര കഴിയട്ടെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞതാണ്. പക്ഷേ ദൈവകൽപ്പന അനുസരിച്ച് ഇറങ്ങിത്തിരിച്ചപ്പോൾ, കുറെ പേര് പ്രാർത്ഥനയോടുകൂടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിമനോഹരമായ ഒരു ദേവാലയം ഉണ്ടായി. അതുകൊണ്ടാണ് സെറുബ്ബാബേലിനെ പറ്റി തമ്പുരാൻ പറയുന്നത്, സെറുബ്ബാബേലെ, നിന്നെ ഞാൻ ഒരു മുദ്രമോതിരമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. കയ്യിലെ മുദ്രമോതിരം അത് വളരെ വിലയുള്ളതാണ്. തമ്പുരാൻ സെറുബ്ബാബേലിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ്, നിന്നെ ഞാൻ ഒരു മുദ്രമോതിരമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ആദ്യത്തെ നമ്മൾ കണ്ടത് കളിമണ്ണിനെ രൂപാന്തരപ്പെടുത്തുന്ന ചിന്ത നമ്മൾ കണ്ടത് റീമോൾഡിംഗ് ദ ക്ലേ പോട്ടാണ്. കളിമണ്ണിനെ വീണ്ടും തിരഞ്ഞെടുക്കുന്ന ദൈവസ്നേഹം. ഇവിടെ നമ്മൾ കാണുന്നു ആലയത്തെ വീണ്ടും പണിയുന്ന ദൈവസ്നേഹം, റീബിൽഡിംഗ് ദ ടെമ്പിൾ. ഇനി ഇതിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചെടുത്ത് അതിമനോഹരമായ ഒരു ദേവാലയത്തെ ദൈവം പണിതെടുത്തു. തിരുവചനത്തിൽ പരിശുദ്ധ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി പണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. അവരെ തെമ്മടിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്യും. പിന്നീടുള്ള കുദാശകളൊന്നും ചെയ്തിരുന്നില്ല. പിന്നീട് തിരുമേനിമാർ കൽപ്പിച്ചു, അവരുടെ വീട്ടിലെ ഉള്ളവരുടെ ദുഃഖമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവര് യുക്തമായ ഒരു പ്രാർത്ഥന നടത്തി സാധാരണ ആളുകളെ അടക്കുന്ന സ്ഥലത്ത് തന്നെ അടക്കിക്കൊള്ളുക എന്നൊക്കെ വന്നു. എന്താ കാരണം? ദൈവത്തിന്റെ മന്ദിരം അവൻ തന്നെ നശിപ്പിച്ചു. ജീവനെ തന്നവന് മാത്രമേ ജീവനെ എടുക്കാൻ അവകാശമുള്ളൂ. അതിനെ എടുക്കാൻ കൊണ്ട് നമുക്കാർക്കും അവകാശമില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം
നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ നല്ല പാത്രങ്ങളായി, നല്ല ആലയങ്ങളായി മാറേണ്ടവരായ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. പിതാക്കന്മാരെ പ്രാർത്ഥിക്കാറുണ്ട്. ആടോ മാടോ ചെങ്ങാലി, പ്രാവോ പ്രാവിൻ കുഞ്ഞോ ഞാൻ അർപ്പിക്കുന്നിൽ, അയ്യോ തിരുമുമ്പിൽ ശീമോനുടെ ഭവനം പൂണ്ട, പാപിനി പോൽ ഞാൻ അർപ്പിക്കും ബാഷ്പകണം കണ്ടെന്നോട് കൃപ ചെയ്യുക. തമ്പുരാനെ, തിരുസനെ തിരുവണ്ട കണ്ണം ആടില്ല, മാടില്ല, കുറുപ്രാവില്ല, ചെങ്ങാലിയില്ല, പക്ഷെ ഒന്നുണ്ട് തമ്പുരാനെ. ശമോന്റെ ഭവനത്തിൽ വന്ന പാപിനിയായ സ്ത്രീ അവിടുത്തെ സന്നിധിയിൽ പൊഴിച്ചതുപോലെ 2 തുള്ളി കണ്ണുനീർ തരുവാനുണ്ട്. പക്ഷേ നമ്മൾ പാടുമ്പോൾ ഇന്ന് തമ്പുരാന്റെ സന്നിധി കൊടുക്കേണ്ട കണ്ണം അനുതാപത്തിന്റെ കണ്ണുനീർ പറ്റിപ്പോയിരിക്കുന്നു. അതാണ് കാര്യം. തമ്പുരാന്റെ സന്നിധിയിൽ ഒരിറ്റ് കണ്ണീർ പൊടിക്കേണ്ട കണ്ണം നമ്മൾക്ക് എന്ന് സാധിക്കുമോ ആ ജീവിതമാണ് ധന്യം, ആ ജീവിതമാണ് ശ്രേഷ്ഠം. തമ്പുരാൻ നമ്മെ വേറൊരു പാത്രമാക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട്, ഇനി ഇതിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക്, ചൈതന്യത്തിലേക്ക് കടന്നു വന്ന ഒരു സംഭവമാണ് യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 3-4 വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പി. പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോകുന്ന കൂട്ടത്തിലെ ഒരാളായിരുന്നു ബൂസി എന്ന് പറയുന്ന പുരോഹിതന്റെ മകനായ യെഹെസ്കേൽ. ഇങ്ങനെ നിരാശനായി കെബാർ നദിയുടെ തീരത്ത് ഇരിക്കുകയാണ് അദ്ദേഹം, മറ്റെല്ലാവരെയും പോലെ. അപ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ വന്ന് പ്രവാചകന്റെ തോളിൽ തട്ടി, എഴുന്നേൽക്കുക, നദീതീരം വിടുക, താഴ്വരയിലേക്ക് വരിക. അങ്ങനെ ദൈവദൂതനോടുകൂടി താഴ്വാരങ്ങളിലേക്ക് പോകുകയാണ്. താഴ്വരയിൽ കണ്ട കാഴ്ചയും വളരെ ദയനീയമാണ്. ഉടഞ്ഞ ശംഖുപോലെയും ഉറിച്ചു മുറിച്ച വാഴത്തട പോലെയും തിളങ്ങുന്നായ അസ്ഥിഖണ്ഡങ്ങൾ അവിടെ കിടക്കുകയാണ്. കുമാരനാശാൻ ശ്മശാന വർണ്ണനയുണ്ടല്ലോ, അഴകോടൻ നഗരത്തിന് തെക്ക് കിഴക്ക് അതുവഴി ഒഴുകും യമുന തന്റെ പുളിനെ കാണുന്നു എന്ന് പറഞ്ഞുള്ള ഒരു മനോഹരമായ പാട്ടുണ്ടല്ലോ. അവിടെ പറയുന്നത് പോലെ ഇങ്ങനെ കിടക്കുകയാണ് അസ്ഥികഷ്ണങ്ങൾ. ഒരുപാടുണ്ട്. ഈ അസ്ഥികഷ്ണങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ പ്രവാചകനോട് ചോദിക്കുകയാണ്, പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകന്റെ മറുപടി എന്താ? പ്രവാചകൻ ജീവിക്കുമെന്നും പറയുന്നില്ല, ജീവിക്കുന്നില്ല എന്നും പറയുന്നില്ല. പക്ഷേ ഉത്തരം കേട്ടാൽ അറിയാം ജീവിക്കില്ല എന്ന് തന്നെയാണ്. യഹോവയായ കർത്താവേ, നീ മാത്രം അറിയുന്നു എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ഒരു കാര്യം കൂടി പറയാണ്, ഈ അസ്ഥികൾ നന്നേ ഉണങ്ങിയിരിക്കും, ഈ അസ്ഥികൾ ഏറിയും ഇരിക്കും. ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, അസ്ഥികൾ നന്നേ ഉണങ്ങിയിരിക്കുകയാണ്. 2, അസ്ഥികൾ വളരെ ഏറെയാണ്. അതുകൊണ്ട് ഇത് ജീവിക്കുമെന്ന് പ്രവാചകന് വലിയ പ്രതീക്ഷയില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അസ്ഥികഷ്ണങ്ങൾ അസ്ഥിവഞ്ചനമായി, അസ്ഥിവഞ്ചനങ്ങളിൽ ത്വക്ക് വന്നു, നരമ്പ് വന്നു. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അത് വലിയൊരു സൈന്യമായി നിവർന്നു നിൽക്കുകയാണ്. റെസ്റ്ററിങ് ദ ഡ്രൈഡ് ബോൺസ്, ഉണങ്ങിയ അസ്ഥികഷ്ണങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ദൈവസ്നേഹം. ചില കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ ചെന്നിട്ടുണ്ട്. ചെല്ലുമ്പോൾ പറയാറുണ്ട്, ഇല്ലച്ച, ഒരുപാട് പേര് നോക്കിയതാണ്, ഈ വിഷയം തീരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ലച്ചോ, ഇന്നും തുടങ്ങിയ വിഷയമല്ലച്ചോ. അസ്ഥികൾ നന്നേ ഉണങ്ങിയിരിക്കണം. അതുപോലെ ഒരു പ്രശ്നം അല്ലച്ചോ, പറഞ്ഞു വരുമ്പോൾ 100 പ്രശ്നങ്ങളുണ്ട്. ഒന്നും എല്ലാം കൂടെ അങ്ങോട്ട് തീരില്ല. അസ്ഥികൾ ഏറിയുമിരിക്കുന്നു. ഇങ്ങനെ ഉണങ്ങിയ ഏറിയ അസ്ഥികൾ. ഇവിടെ ഇനി യാതൊരു മാറ്റവും ഉണ്ടാവില്ല. സഹോദര സ്നേഹം വർഷങ്ങൾക്ക് മുമ്പ് മുറിഞ്ഞു പോയതാണ്. എന്തിനും ശരിയാവില്ല. അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ. ഒരു വീട്ടിൽ താമസിക്കുന്നു, പക്ഷേ ആൾക്കൂട്ടത്തിൽ തനിയെ ജീവിക്കുന്നത് പോലെയുള്ള ജീവിതവന്യമാണ്. ഉള്ളു തുറന്ന് സംസാരിച്ചിട്ട് നാളേറെയായി. ഒന്നിച്ച് മനസ്സ് തുറന്ന് ചിരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന കാലങ്ങൾ മാറിപ്പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുകയാണ്.
ഓരോരുത്തരും അവരവരുടെ ഈഗോകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആര് മിണ്ടും, ആര് താണ്ടുകൊടുക്കും, ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ജീവിക്കുകയാണ്. പക്ഷേ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും, ഏറിയ അസ്ഥി കഷ്ണങ്ങളാണെങ്കിലും ജീവിക്കും. ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി കാതോർക്കാൻ സാധിക്കുമെങ്കിൽ ഏത് പ്രശ്നങ്ങളും മാറും, ഏത് കണ്ണുനീരുകളും മാറും, ഏത് ദുരന്തങ്ങളും മാറും, ഏത് ഈഗോയും ദൈവത്തിന്റെ സന്നിധിയിൽ വീണുടയുന്ന കാലം വരും. എന്തെങ്കിലും ആകും, ഐ ആം സംതിങ് എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ എന്തൊക്കെയാണ്, എനിക്കാരെയും കുറിച്ചേണ്ട കാര്യമില്ല എന്ന് വരുമ്പോഴാണ് അഹന്ത വരുന്നത്. അതുകൊണ്ടാണ് ലോകമേ യാത്ര എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ സിസ്റ്റർ മേരി വെലിഞ്ഞ ഓർമ്മിപ്പിക്കുന്നത്, ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭ്യജാത്യമം വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ടഴുക്കു പെട്ടിടാത്ത ഗാത്രമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. ഇഹത്തിലെ ധനം സുഖം യശസ് അഭിജാത്യം ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അല്പം ഈഗോ വരും. അങ്ങനെയുള്ള ഈഗോ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നിന്ദിക്കും. ഞാനാണ് വലിയ ആൾ എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ പോലും മറന്നുകൊണ്ട് ജീവിക്കും. അതുകൊണ്ടാണ് സിസ്റ്റർ ഓർമ്മിപ്പിക്കുന്നത്, ഇതൊക്കെ ഉണ്ടാകുമ്പോഴും, ഇഹത്തിലെ ധനം സുഖം യശസ് അഭിജാത്യം ഇതൊക്കെ ഉണ്ടാകുമ്പോഴും അഹന്ത കൊണ്ട് പെട്ടിടാത്ത ഒരു ഹൃദയം തരണമേ, അഹന്ത കൊണ്ട് പെട്ടിടാത്ത ഒരു മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അവിടെയാണ് ജീവനുണ്ടാകുക, അവിടെയാണ് ചൈതന്യം ഉണ്ടാകുക. റെസ്റ്റോറിംഗ് ദ ട്രൈഡ് ബോൺസ്. ഒരു ചിന്തയുടെ പറഞ്ഞു വാക്കുകൾ അവസാനിപ്പിക്കും. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 15-ാം വാക്യം. ഇതുവരെ ഞാൻ പറഞ്ഞത് 3 വസ്തുക്കളെ സംബന്ധിച്ചാണ്. റീമോൾഡിംഗ് ദ ക്ലേ പോട്ട്, റീബിൽഡിംഗ് ദ ടെമ്പിൾ, റെസ്റ്റോറിംഗ് ഡ്രൈ ബോൺസ്. ഇനിയും 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ഒരു ചിന്തയുടെ ഒന്നിച്ച് പങ്കിടും. 19-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. യഹോവ അവനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മശ്ശേക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംസിയുടെ മകനായ യേഹുവിനെ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. ആബേൽ മെഹലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലിശായെ നിനക്ക് പകരമായി പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുക. ഇവിടെ വളരെ ചൈതന്യത്തോട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിരാശയിലേക്ക് വീഴുകയാണ്. അവനെ വീണ്ടും ചൈതന്യത്തിലേക്ക് കൊണ്ടുവരികയാണ് തമ്പുരാൻ. തിശ്ബ്യനായ ഏലിയ, തിരുവചനത്തിൽ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകൻ, ധൈര്യത്തിന്റെ ആൾരൂപം, രാജാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പോലും ചെയ്തത് തെറ്റായാണ് എന്ന് പറയാൻ തക്കണ്ണം ആർജവത്വം കാണിച്ച ശ്രേഷ്ഠനായ ഒരു ദൈവദാസ്. അതാണ് ഏലിയ. ഏലിയാവിനെ നമ്മൾ ആദ്യം കാണുന്നത് ആഹാബിന്റെ കൊട്ടാരത്തിലാണ്. ആഹാബിന്റെ കൊട്ടാരത്തിൽ രാജാവിനെ സ്തുതിച്ചുകൊണ്ട് ഒക്കെ നിന്നിരുന്നെങ്കിൽ ആ കൊട്ടാരത്തിൽ തന്നെ ഏലിയാവിന് ജീവിക്കാമായിരുന്നു. പക്ഷേ കർത്താവ് ഏലിയാവിനോട് പറഞ്ഞു, നീ ഇവിടെ താമസിക്കണ്ട, ഈ സന്ദേശം കൊടുത്തതിന് ശേഷം നീ ചെല്ലുക, നീ കെരീത്ത് തോട്ടിന്റെ അവിടെ ഒളിച്ചിരിക്കുക, നിന്നെ പോറ്റാനായിട്ട് ഞാനൊരു കാക്കയോട് കൽപ്പിച്ചിരിക്കണം. പ്രവാചകൻ തിരിച്ചു ചോദിച്ചില്ല, തമ്പുരാനെ, ഇവിടെ നിന്ന് എനിക്ക് താമസിക്കാൻ പറ്റിയ ഒരു മുറിയില്ലേ, എനിക്ക് ഇത്തിരി ആഹാരം തരാൻ തക്കണം, ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞുങ്ങളും ഇല്ലേ, ഒരു തോട്ടിന്റെ അരികെ കാക്ക കൊണ്ടുവന്ന ആഹാരം കഴിച്ചുകൊണ്ട് ജീവിക്കണോ ഞാൻ? പക്ഷെ പ്രവാചകൻ ചോദിച്ചില്ല. കർത്താവ് പറഞ്ഞതുപോലെ കെരീത്ത് തോട്ടിന്റെ അവിടെ ഒളിച്ചിരുന്നു. കാലാകാലങ്ങളിൽ അതാത് സമയങ്ങളിൽ കാക്ക കൊണ്ടുവന്ന് ഏലിയാവിന് ആഹാരം കൊടുക്കുകയും ചെയ്തു. ഈ കാക്കയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ വായിൽ അപ്പം ഇരിക്കുന്നതുകൊണ്ട് ഈ കാക്കയ്ക്ക് ചിലയ്ക്കാൻ പറ്റില്ല. ചിലക്കാത്ത കാക്കയാണത്. ചില കാക്കകളുണ്ട് നന്നേ ചിലയ്ക്കും, പക്ഷെ അതിന്റെ വായിൽ അപ്പം ഉണ്ടാകുകയില്ല. ദേവാലയങ്ങളിലുണ്ട് ഈ 2 തരത്തിലുള്ള കാക്കകളുണ്ട്. ചിലയ്ക്കുന്ന കാക്കകളുണ്ട്, ചിലക്കാത്ത കാക്കകളുണ്ട്. ചിലര് പള്ളിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇരുകൈ അറിയാതെ സഹായിക്കും. അതൊന്നും അങ്ങനെ ചെണ്ടയടിക്കുകയോ വിളിച്ചുപോയി പറയുകയോ ഒന്നും ചെയ്യില്ല. ദൈവം തന്നു, അർഹമല്ലാത്തത് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി തമ്പുരാൻ തന്നു. അതിന്റെ ഒരു അംശം അർഹിക്കുന്നവർക്ക് കൊടുക്കുക. ദ ജോയ് ഓഫ് ഗിവിംഗ്. കൊടുത്തതിന്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് അവർ അതിനെപ്പറ്റി ഒന്നും പറയാറില്ല. എന്നാൽ പറയത്തക്ക ഒരു നന്മയൊന്നും കാണിക്കാതെ
ഞാൻ വലിയ ആളാണെന്ന് കാണിച്ചുകൊണ്ട് കമ്മിറ്റിയിലും പൊതുയോഗത്തിലും ഇടവകയിലും എല്ലായിടത്തും ചിലയ്ക്കുന്ന കുറെ കാക്കകളുണ്ട്. അപ്പം വായിലുള്ള കാക്കകൾക്ക് ചിലയ്ക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ വെറുതെ ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. ചിലയ്ക്കാത്ത കാക്കൾ ചിലരെങ്കിലും ചിലയിടത്തുണ്ടാവും. അതിന്റെ നന്മയാണ് ഇടവകൾക്കും സഭയ്ക്കും സമൂഹത്തിനുമുള്ളത് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. കാക്ക കൊണ്ടുന്ന ആഹാരം കൊടുത്തു. പിന്നെ പക്ഷെ കെരീത്തതോട് വറ്റിപ്പോയി. കെരീത്തതോട് വറ്റിപ്പോയി. ലോകത്തിലെ ഏത് തോടുകളാണെങ്കിലും വറ്റുന്ന തോടുകളാണ്, വറ്റാത്ത തോടുകളിൽ. കാരണം വർഷം 3 മഴ പെയ്തിട്ട്. പിന്നെ കെരീത്തതോട് വച്ചതിന് കുറ്റം പറയണം. എന്നിട്ട് പറയുകയാണ്, നീ സാരഭത്തിലേക്ക് ചെല്ലുക, നിന്നെ പൊറ്റന്തക്കൊണ്ണം ഞാനൊരു വിധവയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ പോലും ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ജോലി ഇല്ലാത്ത വിധവമാർ. അവരുടെ കുഞ്ഞുങ്ങളെ പൊറ്റുവാൻ തക്കൊണ്ണം ഒരുപാട് പ്രയാസപ്പെടുന്നവരാണ്. അപ്പോൾ പിന്നെ ഈ ക്ഷാമകാലത്ത് വിധവയുടെ അവസ്ഥ പറയാനുണ്ട്. പക്ഷേ ദൈവം പ്രവാചകനെ അയക്കുന്നത് വിധവയുടെ വീട്ടിലാണ്. പ്രവാചകൻ തിരിച്ചു ചോദിച്ചില്ല, തമ്പുരാനെ ഇവിടെ കൊള്ളാവുന്ന എത്രയോ ധനികന്മാരുടെ വീടുണ്ട്, ഈ കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിൽ ആ വീട്ടിൽ ചെന്ന് അവളെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം എനിക്ക് അങ്ങനെ ഒരു വീട് അവിടെ നിന്ന് ഏർപ്പാട് ചെയ്താൽ പോരെ. പക്ഷെ പ്രവാചകൻ ചോദിച്ചില്ല, ദൈവകൽപ്പന അനുസരിച്ച് ചെന്നു. അങ്ങനെ വിധവയുടെ അടുക്കൽ ചെന്നു. സാമാന്യ മര്യാദ അനുസരിച്ച്, നാട്ടുനടപ്പനുസരിച്ച് അവൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് പ്രവാചകന് കൊടുത്തു. എനിക്ക് വിശക്കുന്നുണ്ട്, ഒരു അടയും കൂടി ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോഴാണ് അവൾ അവിടെ ദയനീയ അവസ്ഥ പ്രവാചകനോട് പറയുന്നത്, ഒന്നുമില്ല, കലത്തിലെ കലത്തിലെ എണ്ണ തീരാറായിരിക്കുന്നു, കലത്തിലെ മാവും തീരാറായിരിക്കുന്നു. കലത്തിലെ മാവ് ഒരപ്പത്തിന് വേണ്ടി മാത്രം ശേഷിച്ചിരിക്കുന്നു, ഭരണിയിലെ എണ്ണയും ഒരു തുള്ളിയായി അവശേഷിച്ചിരിക്കുന്നു. ഇനിയില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ പ്രതീക്ഷകളും തീർന്നു. അത് ഒടുവിലത്തെ അപ്പമാണ്. അതുണ്ടാക്കി കഴിച്ചതിന് ശേഷം ഞാനും എൻ്റെ കൊച്ചനും മരിക്കാൻ തക്കണമാണ്. അപ്പോഴാണ് ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്, നീ കലത്തിൽ നിന്ന് മാവെടുക്കുക, ഭരണിയിൽ നിന്ന് എണ്ണയെടുക്കുക, അപ്പം ഉണ്ടാക്കുക, ബാക്കി ദൈവം നോക്കിക്കൊള്ളും. ക്ഷമകാലം തീർന്നവരെയും കലത്തിലെ മാവ് തീർന്നില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞില്ല. കാരണം നിനക്കായി കരുതുന്നു, എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല. നിലച്ചിടുമ്പോൾ പണ്ടൊരു പാട്ട് കേട്ടിട്ടില്ല. കലത്തിലെ മാവ് ലേശം തീരുകയില്ല, അതുപോലെ നിന്റെ ഭരണിയിൽ എണ്ണ കവിഞ്ഞ് ഒഴുകുകയും ചെയ്യും. ഒരേ സമയത്ത് ആ വിധവയെയും മകനെയും പ്രവാചകനെയും ഒന്നിച്ച് പോറ്റുന്നതിന് വേണ്ടിയാണ് സാരഭത്തിലേക്ക് പ്രവാചകൻ അയക്കപ്പെട്ടത്. അല്ല ഏരിയാവിനെ മാത്രം കരുതാനല്ല, ആ കുടുംബത്തെ കൂടി കരുതാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മൾക്ക് നോക്കുന്നതിലും അപ്പുറത്താണ്. അതിനുശേഷമാണ് കർമ്മേലിലേക്ക് പോകുന്നത്. കർമ്മേലിൽ ചെന്ന് വലിയ കാര്യങ്ങൾ ചെയ്തതാണ്. സ്വർഗത്തിന് തീയിറക്കി ബാലിന്റെയും അസ്തേരായുടെയും പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് വലിയ കാര്യങ്ങൾ ചെയ്തു. കർമ്മയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇത്തിരി ഒരു ഈഗോ പ്രവാചകനുണ്ട്. കാരണം ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ എന്നെ സ്വീകരിക്കാൻ തക്കണ ഒരുപാട് പേര് കാണും, കാരണം ഞാൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ വലിയ മനുഷ്യനാണല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് ഇറങ്ങി തിരിച്ചു വരുന്നത്. പക്ഷേ വരുമ്പോഴുള്ള കാഴ്ച ദയനീയമാണ്. യഹോവയെ ആരാധിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും പ്രവാചകനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. തന്നെയല്ല, ഇസബേൽ എന്ന് പറയുന്ന ക്രൂരയായ രാജ്ഞി പറയുക, നീ എന്റെ 450 പ്രവാചകന്മാരെ കൊന്നില്ലേ, അവരിൽ ഒരുവനെ പോലും നിന്നെയും ഞാൻ കൊല്ലും, നിന്റെ ശിരസിനെ ഞാൻ ഛേദിക്കും, നിന്റെ രക്തം ഈ ഭൂമിയിൽ കൂടെ ഒഴുകുന്നത് ഞാൻ കാണും. ഈ ഭീഷണിയും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ പ്രവാചകന് വല്ലാത്ത ദുഃഖമുണ്ടായി. ഇനി എന്തിനാ ജീവിക്കുന്നത്? കാരണം നല്ല വാക്ക് പറയാൻ ഒരു കുഞ്ഞില്ല. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടും അതൊന്ന് കാണാനോ കേൾക്കാനോ അതിനെപ്പറ്റി ഒന്ന് അഭിനന്ദിക്കാനോ ഒരു കുഞ്ഞിനെ അയക്കാതെ വീണ്ടും ഭീഷണിപ്പെടുത്താനായിട്ട് മാത്രമാണ് ആളിനെ വിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ചൂരച്ചെടിയുടെ തണൽ ചെന്നിട്ട് പറഞ്ഞത്, മതിയഹോവേ മതി, ചത്താ മതിയായിരുന്നു. അപ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ ചെന്ന് തട്ടി ഉണർത്തി, എഴുന്നേൽക്കുക. നോക്കിയപ്പോഴുണ്ട് കനൽ ചുട്ട അടക്കണ്ട്, പക്ഷെ തിന്നാൻ തോന്നിയില്ല. നീ കഴിക്കേ, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. അങ്ങനെ കനൽ ചുട്ട അട കഴിച്ചു. പിന്നീട് ആ അടയൊന്നും കഴിക്കാതാണ് യാത്ര തുടരുന്നത്. കാരണം പിന്നീടുള്ള യാത്രക്കുള്ള ബലമായിരുന്നു, വഴിയാക്കാരമായിരുന്നു ആ കനൽ ചുട്ട അട. അത് കുർബാനയുടെ ഒരു പ്രതീകമാണ്. അതുകൊണ്ടാണ് ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. സെരാഫുകൾ 6 ചിറകുണ്ട്, 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് കാലുമൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ശ്രേഷ്ഠതയും പ്രകാശവും കണ്ടു കഴിഞ്ഞപ്പോഴാണ് അഗാധക്കുഴിയിൽ കിടക്കുന്ന പ്രവാചകൻ പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോഴാണ് സെരാഫുകളിൽ ഒന്ന് അഗ്നിക്കൊടിലിന്മേൽ ഒരു തിക്കട്ട എടുത്തുകൊണ്ട് പ്രവാചകന്റെ വായിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചതോടുകൂടി പ്രവാചകന് ശക്തിയും ചൈതന്യം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. വീണ്ടും ഉറങ്ങാനാണ് ശ്രമം.
പക്ഷേ ദൈവത്തിന്റെ ദൂതൻ വീണ്ടും തട്ടി ഉണർത്തി. എഴുന്നേൽക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. നീ ഇങ്ങനെ ചൂരച്ചെടിയുടെ തണലിൽ നിരാശനായി കിടക്കേണ്ടവനല്ല. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് വാഴിക്കണം, യേഹുവിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് വാഴിക്കണം, സാഫാത്തിന്റെ മകനായ എലീശയെ നിന്റെ പിൻഗാമിയായിട്ട് വാഴിക്കണം. ഇങ്ങനെ ഒരുപാട് ദൗത്യങ്ങൾ നിനക്കുണ്ട്. ഇതൊക്കെ മറന്നുകൊണ്ട് നീ ഇവിടെ ചൂരച്ചെടിയുടെ തണലിൽ ചത്താ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? ഏലിയാവിന്റെ നിരാശയുടെ കാരണം എന്താ? ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ ആരാധിക്കുന്ന ബാലിന് മുട്ടുമടക്കാത്ത ഒറ്റയാളും ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ പ്രവാചകനോട് തമ്പുരാൻ പറയുകയാണ്, അല്ല, നീ ചെല്ലുക, ഒബദ്യാവ് ഉൾപ്പെടെ വേറെ 6000 പേര് ബാലിന് മുട്ടുമടക്കാത്തവരായി ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് അവരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നീ ചിന്തിക്കുന്നു നീ മാത്രമാണ്, നിനക്ക് മാത്രമാണ് ദുഃഖമെന്ന്, നിനക്ക് മാത്രമാണ് ദുരിതമെന്ന്. അതുകൊണ്ടാണ് കൊച്ചുകുഞ്ഞ് ഉപദേശി പാടുന്നത്, ആരുമേനിക്കില്ലെന്നോ ഞാനേകനായി തീർന്നു എന്നോ മാനസത്തിലാക്കി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. തമ്പുരാനെ, എനിക്കാരുമില്ലെന്നോ ഞാൻ ഏകനായി മാത്രം ശേഷിച്ചിരിക്കുന്നെന്നോ ഒരിക്കലും ആത്മീയമായ ഒരു അന്ധത ബാധിക്കുവാൻ എനിക്കിടയാവരുത്. ആത്മീയമായ അന്ധത ബാധിക്കുന്നവർക്ക് മാത്രമാണ് എനിക്കാരും ഇല്ലെന്ന് പറയാൻ പറ്റുന്നത്. കാരണം ആര് കൈവിട്ടാലും കൈവിടാത്ത തമ്പുരാൻ കൂടെയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് പറയാൻ പറ്റില്ല എനിക്കാരുമില്ല എന്ന്. കാരണം കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നീയും ദൈവവും ഒരു പക്ഷമെങ്കിൽ അത് തന്നെയാണ് ഭൂരിപക്ഷം എന്ന് ഭക്തനായ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്. അങ്ങനെ നിരാശയിൽ നിന്ന് എഴുന്നേറ്റ് പ്രവാചകൻ വീണ്ടും യാത്ര തുടരുന്നുണ്ട്. അവിടെ ചെന്ന് മുന്നോട്ട് പോയപ്പോഴാണ് എലീശയെ കണ്ടുമുട്ടുന്നുണ്ട്. എലീശ അവിടെ കണ്ടുപിടുത്തോണ്ടിരിക്കുക. 12 ഏർക്കാളയുണ്ട്, ഒരു കാളയെ താൻ തന്നെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് എലീശയെ കണ്ടെത്തുന്നത്. ഏലിയാവ് എലീശയെ വിളിക്കുന്നുണ്ട്, വരിക, എന്റെ പിൻഗാമിയായി വരിക. അപ്പോഴാണ് എലീശ വന്ന് കലപ്പ വെട്ടിമുറിച്ചു, അത് വിറകാക്കി, കാളയെ അറുത്ത് മറ്റുള്ളവർക്ക് സദ്യ കൊടുത്തു. കാരണം കാളയും കലപ്പയും അവിടെ ഉണ്ടെങ്കിൽ വീണ്ടും കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പുറകോട്ട് തിരിച്ചു വരാൻ തക്ക ഒരു വ്യഗ്രത ഉണ്ടാകും. അതുകൊണ്ട് ഇനി കലപ്പയും വേണ്ട കാളയും വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അതിനെ രണ്ടിനെയും കളഞ്ഞിട്ട് പിന്നാലെ പോവുകയാണ്. അങ്ങനെ ഗിൽഗാലിൽ പോയി, ബേഥേലിൽ പോയി, ജെറിക്കോവിൽ പോയി, അങ്ങനെ യാത്ര തുടരുക. നിന്നെടുത്ത് താമസിച്ചോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, യഹോവയാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി യോർദാന്റെ തീരത്ത് ചെന്നപ്പോഴാണ് അഗ്നിയശ്വങ്ങളും അഗ്നിരഥങ്ങളും വന്ന് ഏലിയാവിനെ എലീശയെന്ന് വേർപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ആകാശമേഘങ്ങളിലേക്ക് കരേറി പോകുന്നത് വരെ ഏലിയാവ് എലീശയ്ക്ക് യാതൊരു അനുഗ്രഹവും കൊടുക്കുന്നില്ല. അങ്ങനെ കരേറി പോകുമ്പോഴാണ് ഉന്നതങ്ങളിലേക്ക് ദൃഷ്ടി ഉയർത്തിക്കൊണ്ട് മരത്തടിച്ചുകൊണ്ട് എലീശയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, എന്റെ പിതാവേ ഇസ്രായേലിന്റെ തേരും തേരാളികളുമേ, മുള്ളും പറക്കാരെയുള്ള ജീവിത സരണികളിൽ കൂടി എത്രമാത്രം ദിനരാത്രങ്ങൾ നിന്റെ പിന്നാലെ ഞാൻ വന്നതാണ്, പക്ഷെ ഒരനുഗ്രഹം പോലും തരാതെ നീ പോയോ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് കരയുന്ന എലീശയുടെ ദേഹത്തേക്ക് ഒരു പുതപ്പ് വന്ന് വീഴുകയാണ്. ഏലിയാവിന്റെ ആ പഴയ പുതപ്പ്. ആ പുതപ്പാണ് എലീശയ്ക്ക് പിന്നീടുള്ള ശക്തി കിട്ടിയത്, ആത്മാവിന്റെ ഇരട്ടി കിട്ടാൻ സാധിച്ചത്. റീഗെയിനിങ് എലീശ. അതെ, ഇനി ഇതിൽ നിന്ന് ഒന്നുണ്ടാവില്ല എന്ന് ചിന്തിച്ച അവസ്ഥയിൽ നിന്ന് ദൈവം യഥാസ്ഥാനപ്പെടുത്തിയ 4 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. കളിമൺ പാത്രം, റീമോൾഡിങ് ദ ക്ലേ പോട്ട്, വീണുടഞ്ഞ കളിമൺ പാത്രത്തെ വീണ്ടും അതിമനോഹരമായ ഒരു പാത്രമായി ദൈവം ആക്കി തീർത്തു. 2, റീബിൽഡിങ് ദ ടെമ്പിൾ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇനി ഇവിടെ ബലികളില്ല, യാഗങ്ങളില്ല എന്ന് ചിന്തിച്ച അവസ്ഥയിൽ നിന്ന് നേരത്തെ ഇതിനേക്കാൾ അതിമനോഹരമായ ഒരു ദേവാലയം പണിയാൻ തക്കവണ്ണം കൃപ കൊടുത്ത കർത്താവ്. റീബിൽഡിങ് ദ ടെമ്പിൾ. 3, നമ്മൾ ചിന്തിച്ചു, ഇനി അസ്ഥി കഷ്ണങ്ങൾ നന്ദി ഉണങ്ങിയതാണ്, ഏറിക്കിടക്കുന്ന അസ്ഥിക്കുംഭാരങ്ങളാണ്, ഇതിൽ നിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചപ്പോൾ അതിൽ നിന്ന് വലിയൊരു സൈന്യത്തെ നിർമ്മിക്കുവാൻ തക്കവണ്ണം യഹോവ തിരുമനസ്സായി. റെസ്റ്റോറിംഗ് ദ ഡ്രൈഡ് ബോൺസ്. 4, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, മരിച്ച മതി എന്ന് പറഞ്ഞുകൊണ്ട് ചൂരച്ചെടിയിൽ തണലിൽ ഇരുന്നവനെ വീണ്ടും ശക്തിയോടുകൂടി കൊണ്ടുപോകാനും ആകാശമേഘങ്ങളിൽ കൂടി സ്വർഗീയ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാനും തക്കവണ്ണം കർത്താവ് അവനെ ആദായപ്പെടുത്തി. റീഗെയിനിങ് എലീശ. ഒന്നിന്റെയും അവസാനമല്ല. കൊറോണ ഒരവസാനമല്ല, നമ്മുടെ ജോലി അഥവാ പോയെങ്കിൽ അതൊരവസാനമല്ല, നമ്മുടെ വരുമാനം ഒന്ന് കുറഞ്ഞെങ്കിൽ അതൊരവസാനമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു നല്ല സ്കൂളിൽ പഠിച്ചിട്ട് വേറെ സ്കൂളിൽ മാറ്റിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാലും അതവന്റെ ഭാവിയുടെ അവസാനമല്ല. അതുപോലെ തന്നെ നമ്മൾ ഭീതിപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല. അതിൽ നിന്ന് അതിനേക്കാൾ നല്ലതൊന്ന് തരുവാൻ തക്കൊണ്ടും തമ്പരാൻ സാധിക്കും. അതുകൊണ്ട്
കർത്താവ് അറിയാതെ ഒന്നും ജീവിതയാത്രയിൽ സംഭവിക്കില്ല. നമ്മളൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഇത്രയൊക്കെ ആയത്. ഇത്രയൊക്കെ തന്നതും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് വേറൊരു തലത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാനും ദൈവത്തിന് സാധിക്കും. ഒരു വാതിലടഞ്ഞാൽ വേറെ 9 വാതിൽ തുറക്കാൻ തക്കണ ശക്തനായ തമ്പുരാൻ. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. ദൈവസന്നിധിയിൽ ഭാരങ്ങളെ സമർപ്പിക്കുക. ദൈവം അതിനെ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.